വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജക്കാടും ചേരുന്നു. ഇടുക്കിയിലും ശക്തമായ മഴ തുടരുകയാണ്. സന്ദീപ്, വിശദാംശങ്ങളിലേക്ക്. എവിടെയെല്ലാമാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അപർണ, ഇടുക്കിയിൽ ശക്തമായ മഴ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി ഒട്ടും തോരാതെ തന്നെ ശക്തമായ കാറ്റും മഴയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ സാധ്യത, മലയിടിച്ചിൽ ഭീഷണി നിലനിന്നിരുന്ന ലോക്കാടി ഗ്യാപ്പിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയിടം നഷ്ടമായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും കഴിഞ്ഞ 17-ാം തീയതി വലിയ രീതിയിലുള്ള മലയിടിച്ചിലുണ്ടായി. ഏതാണ്ട് 70 ഹെക്ടറോളം സ്ഥലം നഷ്ടമായിരുന്നു കർഷകർക്ക്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും മലയിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ കർഷകരുടെ കൃഷിയിടങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഇടങ്ങളിൽ മരം വീഴ്ച വ്യാപകമായിരിക്കുകയാണ്. ശക്തമായ കാറ്റിൽ പല മേഖലകളിലും, ഇടുക്കിയുടെ ഒരു ഭൂരിഭാഗം മേഖലകളിലും വൈദ്യുതി ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. രാജാക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ 5 ദിവസമായി വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാങ്കുളം കല്ലാർ റോഡിൽ വിവിധ പ്രദേശങ്ങളിലായി മരം വീണ് വൈദ്യുത പോസ്റ്റുകൾ തകർന്ന മാങ്കുളത്തേക്കുള്ള പൂർണ്ണമായ വൈദ്യുതി നിലച്ചിരിക്കുന്നു എന്ന വിവരം ലഭിക്കുന്നു. ഗതാഗത തടസ്സവും നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെ പാലുമായി വന്ന പേപ്പട്ടി സ്വദേശിയുടെ വാഹനത്തിന് മുകളിൽ മരം വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തോട്ടം തൊഴിലാളിയായ ഒരു സ്ത്രീക്ക് മരം ചില്ല ഒടിഞ്ഞു വീണ പരിക്കേറ്റിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായ അപകടങ്ങളും ഉണ്ടാകുന്നു. നിരവധി മേഖലകളിൽ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. രാജാക്കാട്, സേനാപതി, ശാന്തൻപാറ, രാജകുമാരി, അതുപോലെ തന്നെ ദേവികുളം, മൂന്നാർ മേഖലകളിൽ വ്യാപകമായ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മൂന്നാറിലും ദേവികുളത്തും ക്യാമ്പുകൾ തുറന്ന ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. മറയൂർ പഞ്ചായത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ട് തന്നെ കിടക്കുകയാണ്. കാരണം പെരിയവാര പാലം വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുന്നു. അന്തർ സംസ്ഥാന ചരക്കു നീക്കവും ഇതുവഴി നിലച്ചിരിക്കുകയാണ്. മറയൂർ ഒറ്റപ്പെട്ട് തന്നെ തുടരുകയാണ്. മറയൂരിൽ വൈദ്യുതിയും ലഭ്യമല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. അവിടെയും മരം വീഴ്ച വ്യാപകമായിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഹൈറേഞ്ചിൽ കഴിഞ്ഞ പ്രളയ സമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. അതീവ ജാഗ്രതയോടുകൂടി സന്ദീപ് രാജക്കാട് വിശദാംശങ്ങൾ നൽകുന്നു. അതീവ ജാഗ്രത തുടരുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അത് സമാനമായി എന്നുള്ള റിപ്പോർട്ട് സന്ദീപ് നൽകുന്നു. ഇടുക്കിയിൽ മലയിടിച്ചിൽ തുടരുകയാണ് എന്നുള്ളത്, അതോടൊപ്പം തന്നെ വ്യാപകമായി കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത, കൊല്ലം ധനുഷ്കോടി ദേശീയപാതയിലെ ദേവികുളം ലോഹാറ്റ് ഗ്യാപ്പിൽ വീണ്ടും മലയിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. ഇളകി നിന്നിരുന്ന പാറക്കൂട്ടങ്ങളും മണ്ണും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തി. അടിവാരത്ത് കിളവിപ്പാറയിലെ നിരവധി പേരുടെ കൃഷിയിടങ്ങൾ തകരുകയും ചെയ്തു. ഒരു തടയണയും തകർന്നതായുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ചെയ്യുന്നതിന് വേണ്ടിയുള്ള വയനാട് ജില്ലയിലും മഴ തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ വയനാട് പുത്തുമലയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത. രതീഷ് വാസുദേവൻ വിശദാംശങ്ങളുമായി ചേർന്നു. രതീഷ്, വയനാട്ടിൽ എങ്ങനെയാണ് സ്ഥിതി? കഴിഞ്ഞ 2 വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏത് രീതിയിലാണ് മഴയും അതോടൊപ്പം തന്നെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതും ഏത് രീതിയിലാണ്? അപർണ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷമുണ്ടായ സമാനമായ പ്രളയാന്തരീക്ഷമാണ് ഇപ്പോൾ വയനാട്ടിൽ നിലനിൽക്കുന്നത്. കാരണം കനത്ത മഴയും കാറ്റുമാണ്. കഴിഞ്ഞ തവണ ഇത്ര കാറ്റുണ്ടായിരുന്നില്ല. എന്നാൽ കനത്ത മഴയും അതോടൊപ്പം കാറ്റും വന്നതോടുകൂടി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വയനാട്ടിൽ ഉണ്ടാകുന്നത്. കാരണം മരങ്ങൾ കടപുഴകി റോഡുകളിൽ വീഴുന്നു, വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും കടപുഴകി വീഴുന്നു. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം ഇല്ല. വലിയ തരത്തിൽ ആശയവിനിമയം പോലും അസാധ്യമാണ്. 4 ദിവസമായി കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. പൂർണ്ണമായും ജില്ലയിലെമ്പാടും അതേ സ്ഥിതിയാണ്. മാത്രവുമല്ല, കനത്ത മഴ തുടരുന്ന പുത്തുമല ഭാഗം വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് 8 അതിവർഷത്തിന്റെ അതേ സ്ഥിതിയാണ് ഈ മഴയുടെ വിധാനത്തിൽ, മഴയുടെ അളവിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. ആ പ്രദേശങ്ങളിലേക്കുള്ള വഴികളിലൊക്കെ തന്നെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും ആളുകളെ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ച ആശ്വാസം. 16 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. 3 താലൂക്കുകളിലും 16 ക്യാമ്പുകളാണുള്ളത്. 193 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. അതായത് വൈത്തിരി താലൂക്കിൽ 10 ക്യാമ്പുകളും മാനന്തവാടിയിൽ 5ഉം ബത്തേരിയിൽ 1ഉമാണ് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇത്തരത്തിൽ അതിവർഷം ഉണ്ടാകുമ്പോൾ
ഏർപ്പെടുത്തേണ്ട മുൻകരുതലുകളെ പറ്റി ബോധ്യപ്പെടുത്താൻ NDRFന്റെ സംഘം വിവിധയിടങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട്. അത്തരത്തിൽ ജാഗ്രത തുടരുകയാണ് വയനാട്ടിൽ. എന്നാലും കനത്ത മഴയും ഈ ശക്തമായ കാറ്റും വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പുത്തുമല പ്രദേശങ്ങളിൽ വലിയ ഭീതിയും നിലനിൽക്കുന്നുണ്ട്. റൈറ്റ്, രതീഷ് വാസുദേവൻ വിശദാംശങ്ങൾ നൽകിയത്. വയനാട് കഴിഞ്ഞ വർഷം കനത്ത മഴയുണ്ടായ സ്ഥലങ്ങളിൽ ഇത്തവണയും മഴ തുടരുകയാണെന്നുള്ള വിശദാംശങ്ങളാണ് രതീഷ് നൽകുന്നത്. NDRFന്റെ സംഘങ്ങൾ സ്ഥലത്ത് സന്ദർശനം നടത്തുകയും ചെയ്യുകയാണ്. വയനാട്ടിലെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി. വയനാട് പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. നേരത്തെ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടിയ സ്ഥലമാണ് പുത്തുമല. അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളും പുത്തുമലയുടെ പരിസര പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ. രതീഷിലേക്ക് ഒരിക്കൽ കൂടി. രതീഷ്, അതീവ ജാഗ്രത വേണ്ട ഒരു സാഹചര്യമുണ്ടെന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? കഴിഞ്ഞ വർഷത്തിന് സമാനമായിട്ടുള്ള മഴ പുത്തുമലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അപർണ, തീർച്ചയായും മഴയുടെ അളവിൽ കഴിഞ്ഞ 8-ാം തീയതി അതിവർഷം ഉണ്ടായപ്പോൾ 550 സെന്റിമീറ്റർ മഴയാണ് ഒരേ സമയം പെയ്തത്. അതാണ് കഴിഞ്ഞ തവണത്തെ പ്രളയത്തിനും ഉരുൾപൊട്ടൽ ദുരന്തത്തിനും ഇടയാക്കിയതെന്നാണ് കഴിഞ്ഞ തവണ വിലയിരുത്തിയത്. അതിന് സമാനമായ രീതിയിൽ 300 സെന്റിമീറ്ററിലധികം മഴ ഇപ്പോൾ ആ പ്രദേശത്ത് ലഭിച്ചു കഴിഞ്ഞു. അത് വരും ദിവസങ്ങളിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തെ അതേ രീതിയിലുള്ള മഴയുടെ തോതിലേക്ക് മാറും. അത് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മുൻകൂട്ടി ഇത്തരം പ്രളയ സാധ്യത കണ്ടതുകൊണ്ട് തന്നെ, ഉരുൾപൊട്ടൽ സാധ്യത, മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ പ്രദേശത്തെ ആളുകളെ, എസ്റ്റേറ്റിലെ പാടികളിലെ മുഴുവൻ ആളുകളെയും സുരക്ഷിതമായ സ്ഥാപനങ്ങൾ, ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും പ്രദേശത്ത് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും പൂർണ്ണമായും ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നതാണ് ഒരു തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന് ആത്മവിശ്വാസം നൽകുന്നത്. എന്നാൽ വലിയ ജാഗ്രത തുടരേണ്ടതുണ്ട്. കാരണം മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. ആദ്യ വർഷത്തെ തുടർന്ന് ഈ കള്ളാടി പുത്തുമലയ്ക്ക് പോകുന്ന വലിയ തരത്തിലുള്ള ചുരംപാത പോലെയുള്ള വളവുകളിൽ പൂർണ്ണമായും പലയിടത്തും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടായാൽ അത്തരം പ്രദേശങ്ങളിലേക്കുള്ള ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈദ്യുതി ബന്ധം ജില്ലയിൽ എമ്പാടും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി. ഈ ആശയവിനിമയത്തിന് പോലും സാധ്യമാകാത്ത രീതിയിൽ ഉള്ള പ്രശ്നമുണ്ട്. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുദേവൻ. വ്യാപകമായി സംസ്ഥാനത്ത് കനത്ത മഴ തുടർന്നു. തിരുവനന്തപുരത്ത് മഴക്കെടുതിയിൽ മരം വീണ് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചിരിക്കുന്നു. കനത്ത മഴ, അതോടൊപ്പം തന്നെ മലയിടിച്ചിലുണ്ടായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുള്ളതിനാൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും കോവിഡ് സാഹചര്യം കൂടി ഉള്ളതിനാൽ 4 കാറ്റഗറിയാണ് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സ്ഥിതി കൂടിയാണ്. മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ കനത്ത മഴ തുടരുകയും നിലമ്പൂർ അടക്കമുള്ള പട്ടണങ്ങൾ വെള്ളത്തിനടിയിലാവുകയും വാർത്തകൾ വരുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്, അഞ്ചുതെങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് പോയ 2 വള്ളങ്ങൾ മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 8 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, എല്ലാവരും രക്ഷപ്പെട്ടോ? വിശദാംശങ്ങളിലേക്ക്. അഞ്ചുതെങ്ങ് സ്വദേശികൾ അപകടത്തിൽപ്പെട്ടിരുന്നു. നേരത്തെ മത്സ്യബന്ധനത്തിന് പോയ മുതലപ്പുഴ മത്സ്യബന്ധനത്തിന് പോയ 2 വള്ളങ്ങൾ മറിഞ്ഞാണ് വള്ളത്തിലുണ്ടായിരുന്നവർ അപകടത്തിൽപ്പെട്ടത്. 8 പേര് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഒരിടവേള കൂടി.